ഹായ് വ്യൂവേഴ്സ്, ക്രിസ്ത്യൻ സ്ട്രീമിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറേ നാളായി ഞങ്ങൾ ലോങ് വീഡിയോ ഒക്കെ ചെയ്തിട്ട്. അപ്പം നമുക്ക് അറിയുന്ന എല്ലാവരും നമ്മളോട് ചോദിക്കുന്നുണ്ടായിരുന്നു, എന്താണ് ഇപ്പോൾ വീഡിയോസൊന്നും കാണുന്നില്ല, റീൽസ് കാണുന്നില്ല, നിങ്ങളുടെ ലോങ് വീഡിയോസൊന്നും കാണുന്നില്ല എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ആ സമയത്ത് തക്കതായൊരു കാരണമില്ലാണ്ട് ലോങ് വീഡിയോ ചെയ്യാനോ ഒന്നും പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഞങ്ങളിപ്പോൾ എത്തിയിരിക്കുകയാണ്. ഞങ്ങളൊരു വിശേഷം കൂടി പറയാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഞങ്ങൾക്ക് ഫെബ്രുവരി 27 ഒരു പെൺകുട്ടി ഉണ്ടായി. ക്രിസ്ലൈൻ മരിയ എന്നാണ് പേരിട്ടിരിക്കുന്നത്, ക്രിസ്ലൈൻ മരിയ ക്ലിൻ്റ്. അപ്പോൾ ഞങ്ങളിന്ന് ഞങ്ങളുടെ ആ വിശേഷത്തെക്കുറിച്ച് പറയാനാണ്. മെറ്റേണിറ്റി പീരീഡും ഡെലിവറി എക്സ്പീരിയൻസൊക്കെയാണ് ഞങ്ങൾ പറയാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോൻ്റെ കൂടെ എന്തൊക്കെയാണ് നമ്മൾ ഹോസ്പിറ്റലിലോട്ട് എടുത്തു കൊണ്ട് പോകേണ്ടത്, അയർലൻഡിലെ CUH ഹോസ്പിറ്റലിലോട്ട് എന്തൊക്കെയാണ് എടുത്ത് കൊണ്ട് പോകേണ്ടതിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അതിൽ ബർത്ത് സർട്ടിഫിക്കറ്റിൻ്റെ കാര്യങ്ങളും പറയുന്നുണ്ട്, പിന്നെ പാർക്കിങ്ങിൻ്റെ കാര്യങ്ങളും പറയുന്നുണ്ട്. ഇത് പറയുക, എങ്ങനെയുണ്ടായിരുന്നു നീതുവിൻ്റെ ഡെലിവറി എക്സ്പീരിയൻസ്, മെറ്റേണിറ്റി ലൈഫ് തൊട്ട് പറഞ്ഞു തുടങ്ങിക്കും. എന്താ പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ തുടക്കത്തിൽ തന്നെ നമ്മളിപ്പോൾ ഒരു പ്രഗ്നൻസി കൺഫേം ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഡോക്ടറാണ്, അതായത് ഫാമിലി GP ആണ് നമുക്ക് ഇവിടുത്തെ ഒരു മെറ്റേണിറ്റി ഹോസ്പിറ്റലിലേക്ക് റെഫറൻസ് വിടുന്നത്. പിന്നെ അവർ മന്ത്ലി നമുക്ക് സ്കാനിങ്ങും അപ്പോയിൻമെൻറ്റ്സും ഒക്കെ തരും. നമ്മൾ പോകുമ്പോൾ നമ്മുടെ ബ്ലഡ്സ് ചെക്ക് ചെയ്യും അവർ. എന്താ പറയുക, എത്ര വീക്സ് ഉണ്ട്, ഓരോ വീക്കിലുമാണ് നമ്മളോട് കൺസൾട്ടേഷൻ പറയുന്നത്. അതിൻ്റെ ഇടയിൽ ഇൻ കേസ് എന്തെങ്കിലും എമർജൻസി വന്നെങ്കിൽ നമുക്ക് നേരെ കാഷ്വാലിറ്റിയിൽ വന്നിട്ട് നമുക്ക് കാണാം. കാഷ്വാലിറ്റിയിലൊക്കെ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് കാണണമെന്ന് വിചാരിച്ചാൽ ചിലപ്പോൾ ഒന്നും നടക്കില്ല. അവർ പ്രയോറിറ്റി വൈസൊക്കെ എടുക്കത്തുള്ളൂ. നമുക്ക് ചിലപ്പോൾ സമയമൊക്കെ എടുക്കും. ചിലപ്പോൾ എന്താ പറയുക, ഇപ്പോൾ വൈകിട്ടൊക്കെയാണ് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ടൈം എടുക്കും ചിലപ്പോൾ കാണാൻ. അത് പ്രയോറിറ്റി വൈസാണ്. ഇപ്പോൾ എമർജൻസി ആണെന്നുണ്ടെങ്കിൽ അവർ വേഗം എടുക്കും. അതല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് ആ പ്രയോറിറ്റി വൈസിൽ അവർ എല്ലാം അറേഞ്ച് ചെയ്തിട്ടാണ് നമ്മളെ എന്താ പറയുക കാഷ്വാലിറ്റിയിലൊക്കെ കാണുന്നത്. പിന്നെ സ്കാനിങ് ഉണ്ടാവും. 5th മന്തിലാണ് നോർമലി സ്കാൻ വരുന്നത്. ആ സ്കാനിങ് ടൈമിൽ നമ്മുടെ ഇന്ത്യയിലില്ലാത്തൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ കൊച്ചിൻ്റെ സെക്സ് നമുക്കറിയാൻ പറ്റും. അതിപ്പം നമ്മളോടോ അല്ലെങ്കിൽ നമ്മുടെ ഹസ്ബൻഡ് അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സോ ആരെങ്കിലും നമ്മുടെ കൂടെ കയറിയാൽ നമ്മളോട് എങ്ങനെയാണ് എന്നാൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അവർ പറയും. നമുക്കതനുസരിച്ച് നമ്മുടെ ബേബി ഷവറും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യാൻ പറ്റും. അങ്ങനെ പിന്നെ എന്താ പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു 9th മന്ത് നമ്മുടെ ലാസ്റ്റ് ഒരു ടൈം ആകുമ്പോഴേക്കും ഫസ്റ്റത്തെ ആണെന്നുണ്ടെങ്കിൽ ഇവർ നോർമൽ ഡെലിവറിക്ക് ട്രൈ ചെയ്യും. അപ്പോൾ എൻ്റെ ഫസ്റ്റത്തെ സിസേറിയൻ ആയിരുന്നു. സോ സെക്കൻഡ് വണ്ണും സിസേറിയൻ തന്നെയായിരുന്നു. ഇവർ നമുക്ക് ഡെലിവറിക്ക് ഒരു ഡേറ്റ് പറയും. അതിന് മുൻപത്തെ ഒരാഴ്ച മുമ്പാണ് ഇവർ സിസേറിയൻ പോസ്റ്റ് ചെയ്യുന്നത്. അതിൻ്റെ ഇടയിൽ നമുക്ക് എന്തെങ്കിലും എമർജൻസി ഒക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ എന്താ പറയുക, നമുക്ക് നേരിട്ട് കാഷ്വാലിറ്റി വരാം. എൻ്റെ കാര്യം അതുപോലെയായിരുന്നു. ഇവർ പറഞ്ഞ ഒരു ഡേറ്റിന് മുമ്പ് തന്നെ ആയിട്ട് പെട്ടെന്ന് രാവിലെ ഒരു ഫ്ലൂയിഡ് ലീക്കേജ് ഉണ്ടായപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് എല്ലാ പ്രാവശ്യവും എൻ്റെ ഒരു പ്രഗ്നൻസിയുടെ ഒരു ടൈം പീരീഡിൽ എനിക്ക് 2 വർഷം സ്പോട്ടിംഗ് ഒക്കെ ഉണ്ടായി. പിന്നെ ഞാനങ്ങനെ പിന്നെ ജോലിയിൽ നിന്ന് മാറി പിന്നെ റെസ്റ്റൊക്കെ എടുത്തു. അതുകൊണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇവർ പറഞ്ഞ ഡേറ്റിന് മുമ്പ് തന്നെ ആയിട്ട് എനിക്കൊരു ഫ്ലൂയിഡ് ലീക്കേജ് ഉണ്ടായി. അപ്പോൾ പോയിട്ട് ഇവരെന്ന് വെച്ച് കഴിഞ്ഞാൽ അഡ്മിറ്റ് ആക്കുകയെന്ന് വെച്ചാൽ ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ അഡ്മിറ്റ് ആക്കുള്ളൂ, അല്ലെങ്കിൽ നമ്മളെ തിരിച്ചു വിടുകയാണ് ചെയ്യുക. സോ ഞാനും വിചാരിച്ചു ഓക്കെ, ഡേറ്റ് ആയിട്ടില്ല, സോ ചെറിയൊരു ഫ്ലൂയിഡ് ലീക്കേജേ ഉള്ളൂ, അപ്പോൾ അവർ നോക്കിയിട്ട് കുഴപ്പമില്ലെങ്കിൽ തിരിച്ചു വിടും എന്നുള്ള പ്രതീക്ഷയിൽ ഞാനും ചേട്ടനും കൂടി പോകുമ്പോൾ ജസ്റ്റ് നമ്മൾ എന്താ പറയുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, അഡ്മിഷൻ ആവാൻ പോകുമ്പോൾ നമുക്ക് എന്താ പറയുക, കൊച്ചിനുള്ള സാധനങ്ങളും പിന്നെ എനിക്കുള്ള സാധനങ്ങൾ നമ്മൾ അറേഞ്ച് ചെയ്ത് വെച്ചായിരുന്നു. ഇവരുടെ CUMHൻ്റെ മെറ്റേണിറ്റി ഹോസ്പിറ്റലിൻ്റെ തന്നെ സൈറ്റിലുണ്ട് അമ്മയ്ക്ക് എന്തൊക്കെയാണ് എടുക്കേണ്ടത്, കൊച്ചിന് എന്തൊക്കെ എടുക്കേണ്ടതെന്ന്. പക്ഷേ എന്താ പറയുക, എല്ലാം ഞങ്ങൾ അറേഞ്ച് ചെയ്ത് കൊണ്ടുപോയി. അന്ന് എന്താ പറയുക, ചെന്നപ്പോൾ കാഷ്വാലിറ്റിയിൽ ഇപ്പോൾ രാവിലെ ഒരു 6:30ക്കാണ് ഞാൻ ചെന്നത്. പേഷ്യൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് ഇവർ ചെക്കിങ്ങിന് കയറ്റി. പെട്ടെന്ന് തന്നെ അവർ പറഞ്ഞു ഇന്ന് ചെയ്യാം, പ്രോഗ്രസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു പെട്ടെന്ന് വന്നിട്ട് വീട്ടിൽ പോകാമെന്ന് വിചാരിച്ചിട്ടിരിക്കുകയായിരുന്നു. പക്ഷേ പെട്ടെന്നായിരുന്നു, ഇല്ല ഡെലിവറി പ്രോഗ്രസ് ആയിക്കൊണ്ടിരിക്കുകയാണ്, അപ്പോൾ ഇന്ന് തന്നെ സിസേറിയൻ ചെയ്യാം നമുക്ക് എന്ന് പറഞ്ഞു. എന്നിട്ടൊരു പിന്നെ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു. പിന്നെ ഒരു ഫുൾ ടൈം കാഷ്വാലിറ്റിയിൽ അവർ കൊച്ചിൻ്റെയും എല്ലാ കാര്യങ്ങളും ചെക്കിങ്ങും ബ്ലഡ്സ് എടുക്കുന്നു, പേപ്പേഴ്സ് ശരിയാക്കുന്നു.
എന്നിട്ട് പെട്ടെന്ന് തന്നെ ഒരു 9:30-10 ആകുമ്പോഴേക്കും തിയേറ്ററിലോട്ട് ഷിഫ്റ്റ് ചെയ്തു. എനിക്ക് തോന്നുന്നത് തിയേറ്ററിൽ ആദ്യത്തെ കേസായിരുന്നു തോന്നുന്നത് എൻ്റെ. പെട്ടെന്ന് ഇപ്പോൾ എന്താ പറയുക, കൺസൾട്ടൻറ്റും എല്ലാവരും വന്നു. പെട്ടെന്ന് തന്നെ CS ചെയ്ത് കൊച്ചിനെ പുറത്തേക്ക് എടുത്തു. 11:20 കൊച്ചിനെ പുറത്തേക്ക് എടുത്തു. പക്ഷെ നമുക്ക് ഈ ചെയ്യുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ഹസ്ബൻഡിന് നമ്മുടെ കൂടെ കയറാൻ സാധിക്കും. അതാണ് ഒരു പ്രത്യേകത. അപ്പോൾ കൊച്ചിനെ എടുത്തിട്ട് ഹസ്ബൻഡിൻ്റെ കയ്യിലാണ് ആദ്യം കൊടുക്കുന്നത്. നമ്മുടെ നാട്ടിലില്ലാത്തതാണെന്ന് പറയുന്നത്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു നാട്ടിലും ചില ഹോസ്പിറ്റലായി തുടങ്ങിയെന്ന് തോന്നുന്നു. അങ്ങനെ എന്താ പറയുക, പെട്ടെന്ന് തന്നെ ഡെലിവറി കഴിഞ്ഞു. ഇപ്പോൾ ഞാനും ചേട്ടനും വിചാരിച്ചു എന്തപ്പോൾ ഉണ്ടായി രാവിലെ പെട്ടെന്ന് ഒരു ജസ്റ്റ് ഒരു ഫ്ലൂയിഡ് ലീക്കേജ് ഉണ്ടായി, ചെക്കിങ്ങിന് വേണ്ടി വന്നു, തിരിച്ചു പോരാന്ന് വെച്ചിട്ട് വന്നതാണ്. ബട്ട് പെട്ടെന്ന് തന്നെ എന്താ പറയുക, പെട്ടെന്നല്ല, കുറച്ച് നേരം സമയത്തിനുള്ളിൽ എല്ലാം പെട്ടെന്നായിരുന്നു. അങ്ങനെ പിന്നെ റിക്കവറി റൂമിലോട്ട് ഷിഫ്റ്റ് ചെയ്തു. പെയിൻ കില്ലേഴ്സൊക്കെ ഇവർ നല്ല രീതിയിൽ നമുക്ക് പറഞ്ഞാൽ നമുക്ക് തരും. റിക്കവറി റൂമിൽ നിന്നൊരു ഹാഫ് ആൻ അവറിന് ശേഷം വാർഡിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. 2 സിസേറിയൻ ആയതുകൊണ്ട് എനിക്ക് തോന്നുന്നു 2 പേരുള്ള ഒരു വാർഡായിരുന്നു. റൂമിൽ 2 പേര്. എന്നിട്ട് അവിടെ ഇപ്പോൾ സിസേറിയൻ കഴിഞ്ഞവർക്ക് 4 days ആണ് നമുക്ക് ഹോസ്പിറ്റലിൽ സ്റ്റേയിങ്. നോർമലി എനിക്ക് തോന്നുന്നു നോർമൽ ഡെലിവറിക്ക് 2 days ആണ്. വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല, കൊച്ചിനും അമ്മയ്ക്കും കുഴപ്പങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ 4 days കഴിയുമ്പോഴേക്കും നമുക്ക് ഡിസ്ചാർജ് ആയിട്ട് പോരാൻ പറ്റും. പിന്നെ ഇപ്പം ഞങ്ങൾ അറേഞ്ച് ചെയ്ത് കൊണ്ടുവന്ന ബാഗ്, അതായത് അമ്മയ്ക്കും കുഞ്ഞിനുള്ള ബാഗിൽ നിന്ന് അധികമൊന്നും എടുക്കേണ്ടി വന്നില്ല. ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ പാഡ്സും എല്ലാ കാര്യങ്ങളും അവർ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ കൊച്ചിന് നമ്മൾ എന്താ പറയുക, നാപ്പീസും പിന്നെ എന്താണ് വൈപ്സും പിന്നെ ഡ്രസ്സും നമ്മൾ ഹാറ്റൊക്കെ ആയിട്ട് കരുതി വെക്കണം. ബാക്കി ഇപ്പോൾ അവർ സൈറ്റിൽ പറഞ്ഞ ഒരുപാട് സാധനങ്ങളിലൊന്നും നമുക്ക് യൂസ് ചെയ്യേണ്ടി വന്നില്ല. പിന്നെ എന്താണ്, ഡിസ്ചാർജിന് മുമ്പായിട്ട് പീഡിയാട്രിഷ്യൻ വന്ന് ചെക്ക് ചെയ്ത് കൊച്ചിനെ ചെക്ക് ചെയ്തിട്ട് എല്ലാം ഓക്കെ ആക്കിയിട്ട് വിടത്തുള്ളൂ. അതിലൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ബർത്ത് സർട്ടിഫിക്കറ്റ് അപ്ലൈ ചെയ്യുന്ന കാര്യമാണ്. ബർത്ത് സർട്ടിഫിക്കറ്റ് അപ്ലൈ ചെയ്യുന്ന ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ എപ്പോഴും അപ്ലൈ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എൻ്റെ ആദ്യത്തെ കുഞ്ഞ് ഇന്ത്യയിലാണ് ജനിച്ചത്, രണ്ടാമത്തെ കുഞ്ഞ് ഇപ്പോൾ ഇവിടെ. അപ്പോൾ നമ്മൾ ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്യുമ്പോൾ ഇവിടെ സർനെയിമിനൊരു പ്രശ്നമല്ല. ഇവിടെ ഒരു അമ്മയുടെ പേരും വയ്ക്കാം, അച്ഛൻ്റെ പേരും വയ്ക്കാം. പക്ഷെ നമ്മുടെ ഒരു ഇതിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യൻ ഒരു ഇതിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ പറയുക, ഹസ്ബൻഡ്സിൻ്റെ പേരാണ് കുഞ്ഞിൻ്റെ കൂടെ തന്നെ വെക്കാറ്. അപ്പോൾ അതിൻ്റെ ഒരു കൺഫർമേഷന് വേണ്ടിയിട്ട് ഇവർ ഒരു എന്താ പറയുക, ആദ്യത്തെ മോൻ്റെ സർനെയിം തന്നെയാണ് ഇപ്പോൾ സെക്കൻഡിനും വെക്കുന്നത് എന്നുള്ള ഇതിൽ ഞങ്ങളുടെ 3 പേരുടെ പാസ്പോർട്ടും കാര്യങ്ങളൊക്കെ സബ്മിറ്റ് ചെയ്യേണ്ടി വന്നു. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പറഞ്ഞ ഡോക്യുമെൻറ്റ്സൊക്കെ നമ്മൾ സബ്മിറ്റ് ചെയ്തു. പിന്നെ നമുക്ക് അവിടെ കോൾ വന്നിട്ടാണ് നമ്മൾ അതിൻ്റെ പ്രോസസ്സിങ്ങിന് വേണ്ടി പോകുന്നത്. പിന്നെ എന്താണ് പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താണ് ഹോസ്പിറ്റൽ വരെയുള്ളൊരു ഡേയ്സ് എൻ്റെ കുഴപ്പമില്ല, നല്ലതായിരുന്നു. നേഴ്സിംഗ് കെയറും എല്ലാ കാര്യങ്ങളും ഓക്കെ ആയിരുന്നു. നമുക്ക് പെയിൻ കില്ലേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് എപ്പോൾ ചോദിച്ചാലും അവരതിൻ്റെ ടൈമിനനുസരിച്ച് നമുക്ക് പ്രൊവൈഡ് ചെയ്യുമായിരുന്നു. എല്ലാം കൊണ്ടും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് എന്താണ് ഹോസ്പിറ്റലിൽ നിന്ന് എനിക്ക് കിട്ടിയത്. കുറച്ച് കാര്യങ്ങൾ അതിൽ ക്ലിയർ ചെയ്യാണ്ട്. അപ്പോൾ ഈ ബർത്ത് സർട്ടിഫിക്കറ്റിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ പൊതുവെ നോർമൽ ഡെലിവറി ചെയ്യുന്നവർക്ക്, പിന്നെ എൻ്റെ ഫ്രണ്ടിനോടൊക്കെ ചോദിച്ചപ്പോൾ അവർ പാസ്പോർട്ട് എന്തായാലും ഫാദറിൻ്റെയും മാത്രമേ വേണം എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ഡെലിവറിക്ക് വേണ്ടി ഹോസ്പിറ്റലിൽ പോവുകയാണെങ്കിൽ ഒരു പാസ്പോർട്ട് നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിൻ്റെ ഒക്കെ പാസ്പോർട്ട് എടുത്ത് പോയാൽ വളരെ നല്ലതായിരിക്കും. അല്ലെങ്കിൽ തിരിച്ച് പോയി എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞാൽ അതിൻ്റെതായ നൂലാമാലകളുണ്ട്. പോരാത്തതിന് അതിൻ്റെ വിസിറ്റിംഗ് അവേഴ്സ് എന്ന് പറയുന്നത് രാവിലെ 7 മണി തൊട്ട് രാത്രി 11 മണി വരെയാണ്. 11 മണി വരെ ഹസ്ബൻഡിന് കൂടെ നിൽക്കുക. വേറെ ആർക്കും അവർ പ്രൊവൈഡ് ചെയ്യുന്നതല്ല, വേറെ ആരെയും അവർ ഉള്ളിൽ കയറ്റുന്നതല്ല. പിന്നെ വിസിറ്റിംഗ് അവേഴ്സ് ഉണ്ട്. വിസിറ്റിംഗ് അവേഴ്സ് ഏതാണ്ട് 4 to 6 ആയിരുന്നു. അപ്പോൾ ആ സമയത്ത് നമ്മളെ ആൾക്കാരൊക്കെ നമുക്ക് കയറ്റാം. റിലേറ്റീവ്സിന്, അതായത് അമ്മയോ വേറെ ആരെയും ഫ്രണ്ട്സിന് അധികം അവർ എൻ്റർടൈൻ ചെയ്യുന്നുണ്ടായിരുന്നില്ല. ബട്ട് എന്നിരുന്നാലും കയറ്റിയവരുണ്ട്. ഞാൻ അവിടെ നിൽക്കുമ്പോൾ കുറേ പേര് വന്ന് കാണുന്നുണ്ടായിരുന്നു. അതായിരുന്നു രണ്ടാമത്തെ കാര്യം. പോരാത്ത കാര്യം പിന്നെ എന്താ പറഞ്ഞാൽ അവിടെ പാർക്കിംഗ് ഫെസിലിറ്റി ഉണ്ട്. അല്ലെങ്കിൽ ഒരു ദിവസം പാർക്കിംഗ് ചാർജ് അവർ വാങ്ങിക്കുന്നത് 15 euros ആണ്. ബട്ട് എന്നിരുന്നാലും നമുക്ക് 3 ദിവസത്തേക്കായിട്ട് പാർക്കിംഗ് ചാർജ് ഏതാണ്ട് 25 euros കൊടുത്താൽ നമുക്ക് 3 ദിവസം
അവരൊരു 3 ദിവസത്തേക്കായിട്ട് നമുക്കൊരു ടോക്കൺ തരും. അത് ആ മെയിൻ പാർക്കിംഗ് ഏരിയയിൽ അവിടെ സെക്യൂരിറ്റിക്കാരോട് പറഞ്ഞാൽ അവർ മെഷീനിൽ വിളിച്ച് പറഞ്ഞാൽ അവർ സെക്യൂരിറ്റിക്കാർ വന്ന് നമുക്ക് അതിന് വേണ്ടി കാര്യങ്ങളൊക്കെ ചെയ്യും. 3 ദിവസത്തേക്ക് എന്തോ 25 യൂറോയും ഏതാണ്ട് 5 ദിവസത്തേക്ക് 35 യൂറോയാണ് എടുക്കേണ്ടത്. ഞാൻ 25 യൂറോയുടെയാണ് എടുത്തത്, 3 ദിവസത്തേടെയാണ് എടുത്തത്. കാരണം വെച്ചാൽ 4-ാം ദിവസം അവർ ഡിസ്ചാർജ് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ ഒബ്വിയസ്ലി ഇപ്പോൾ 3 ദിവസം എടുത്തിട്ട് 4-ാം ദിവസം അന്ന് ഞങ്ങൾ 4-ാം ദിവസം ഉച്ചയോടെ വന്ന് സ്ഥിതിക്ക് നമ്മൾ പിന്നെ 5 ദിവസത്തെ എടുക്കേണ്ട ആവശ്യം ഉണ്ടായില്ല, അത് 35 യൂറോയുടെ എടുക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ന് വിചാരിച്ചാൽ അങ്ങനെ എടുത്തതാണ്. അപ്പം ഇതും ഒരു ഇമ്പോർട്ടൻ്റ് പോയിൻ്റാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതുപോലെ നല്ല വീഡിയോയുമായി നിങ്ങളുടെ മുമ്പിൽ അടുത്ത പ്രാവശ്യം ഞങ്ങൾ വരുന്നതാണ്. ബൈ.